വെടിക്കെട്ടിന്റെ ഇടിമുഴക്കങ്ങളില്ലാത്ത, ആരാധകരുടെ ആർപ്പുവിളികളില്ലാത്ത ഒരു നിശബ്ദ ലോകത്താണ് കവളപ്പാറ സ്വദേശി കുഞ്ഞിക്കണ്ണൻ ഇന്ന് ജീവിക്കുന്നത്. മണ്ണിലും വിണ്ണിലും ഒരേപോലെ പുരാവേശം പടർത്തിയിരുന്ന ആ പഴയ വെടിക്കെട്ട് രാജാവിന് ഇന്ന് കരിമരുന്ന് എന്നത് തീരാനോവിന്റെയും ഭയത്തിന്റെയും പര്യായമാണ്. തൃശൂർ പൂരം ഉൾപ്പെടെ കേരളത്തിലെ പ്രശസ്തമായ അനേകം പൂരപ്പറമ്പുകളെ വർണ്ണവിസ്മയങ്ങളാൽ വിസ്മയിപ്പിച്ചിരുന്ന ഒരു കാലം കുഞ്ഞിക്കണ്ണനുണ്ടായിരുന്നു. അക്കാലത്ത് ഉത്സവ കമ്മിറ്റിക്കാർക്കും വെടിക്കെട്ട് പ്രേമികൾക്കും അദ്ദേഹം ഒഴിവാക്കാനാവാത്ത പേരായിരുന്നു. എന്നാൽ 2011 ത്രാങ്ങാലിയിൽ സംഭവിച്ച ആ കറുത്ത ദുരന്തം അദ്ദേഹത്തിന്റെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിച്ചു. തൃശൂർ കുറ്റിയങ്കാവ് വെടിക്കെട്ടിനായി വെടിക്കോപ്പുകൾ ഒരുക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിൽ 12 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. ആ മഹാദുരന്തത്തിൽ കുഞ്ഞിക്കണ്ണൻ കൊല്ലപ്പെട്ടുവെന്ന വാർത്തകളാണ് നാടാകെ പടർന്നത്. എങ്കിലും വിധി അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ വിട്ടു. മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ഗുരുതരമായ പൊള്ളലുകളിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ആ സ്ഫോടനത്തിന്റെ നടുക്കം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇന്നും കരി പടർന്നു കിടക്കുകയാണ്. ഇന്ന് കാടുമൂടി കിടക്കുന്ന റെയിൽപാളങ്ങൾക്കരികിലുള്ള ആ വിശാലമായ ഭൂമിയിലാണ് ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ പണിപ്പുരകൾ സജീവമായിരുന്നത്. ആ ഓർമ്മകൾ ഇരമ്പുന്ന ഇടത്തേക്ക് നോക്കാൻ പോലും ഇന്ന് കുഞ്ഞിക്കണ്ണന് ഭയമാണ്. പരിചയസമ്പത്തും കഴിവും ഏറെയുണ്ടായിട്ടും ആ ദുരന്തം തന്റെ ജീവിതത്തെ തകർത്തെറിഞ്ഞുവെന്ന് അദ്ദേഹം വേദനയോടെ ഓർക്കുന്നു. കുറെ സ്ഥലത്തുണ്ട്. കേരളത്തിൽ ഇപ്പൊ നടന്നൊരു 100 അപകടങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊക്കെ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ 2082 ഒറ്റപ്പാലത്ത് NB കിട്ടൻ ചെട്ടിയാര്, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വെണ്ണൂർ മാധവൻ, ഓരോക്കോട് വേലായുധച്ചൻ, പിന്നെ അങ്ങനെ അനമ്പത്തി ആൾക്കാരുണ്ട്. പഴയ വെടിക്കെട്ടുകാർ. ഞാൻ അവരുടെയൊക്കെ മുമ്പ് ഞാൻ പണിയെടുക്കാൻ പോയിരുന്നു. ആരുടെ കൂടെ? ഒറ്റപ്പാലം ചെട്ടിയാരുടെ കൂടെ പോയിരുന്നത്. അന്നും അപകടം പറ്റിയിട്ടുണ്ടൊക്കെ. വെടിക്കെട്ട് പറഞ്ഞത് ഇപ്പം അപകടം വരുന്നത് ഒരാൾക്ക് തടുക്കാത്തായിരിക്കും. നിയമം കൊണ്ട് പറയുന്നുണ്ട് മറ്റേ പറ്റാത്ത സാധനം ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട്. പറച്ചും നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എന്ത് പ്രവർത്തിച്ചാലും വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ. അതിന് തടുക്കാൻ നമുക്ക് ആരും കൂട്ടിയേ പറ്റില്ല. നമ്മളിപ്പോൾ നമ്മുടെ അമ്മ പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പോകേണ്ട ആളാണ്. നമ്മൾ അതിനോട് പോയാൽ നമുക്ക് അവിടെ വല്ലതും കിട്ടാൻ പറ്റും. നമുക്ക് അവിടെ നിന്ന് കിട്ടി. ആ ജാതിയിലാണ് ഇപ്പോൾ ഇത് വെടിമരുന്നിന് ഏത് സമയത്തും വിശ്വസിക്കാൻ പറ്റാണ്ടേ. ഞാൻ അവിടെ മാറി. എനിക്ക് അതിനോട് പിന്നെ എന്താ വെച്ചാൽ പിന്നെ വീട്ടുകാർക്കും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. ഈ 2 ചെക്കന്മാരുണ്ട്, അവർക്ക് ഈ മരുന്നിൻ്റെ ഏർപ്പാടേ വേണ്ട. ഒരുത്ത ഓട്ടോറിക്ഷ അവിടെ ഒട്ടപ്പങ്ക് പോയിട്ടുണ്ട്. മറ്റൊരു തന്നെ അവിടെ ദുബായിലുണ്ടായിരുന്നു. അവൻ ഇവിടുന്ന് പോയ സമയത്ത് ഈ അപകടം അങ്ങനെ. പിന്നെ എത്ര തൊഴിലുണ്ടാവും അവിടെ. മരിച്ചു പറഞ്ഞു TV യിൽ എഴുതി കാണിച്ചു ഏഷ്യാനെറ്റുകാർ. കുറേ കഴിഞ്ഞപ്പോൾ ചത്തില്ല പറഞ്ഞിട്ട് അവരെന്നെ തിരുത്തി പറഞ്ഞു. അപ്പോഴേക്കും അവിടെ BJP ആൾക്കാർ പാർമേക്കാവിലും മായന്നൂരിലൊക്കെ അത് അച്ഛയെ പൊളിച്ചിട്ട് ആകെ പ്രശ്നം അവിടെ അങ്ങനെയൊക്കെ. ഈ ചാനലർ വിട്ടതാണ്. എന്തായാണ് ശരിക്കും അന്നത്തെ ഒരു അപകടത്തെ കുറിച്ച് എങ്ങനെയാണ് ഓർക്കുന്നത്? അപകടം വന്നത് വെച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് ചെല്ലണുള്ളൂ. കുറേ പൈസയുടെ കയ്യില്ല. ഓരോരുത്തരുടെ അഡ്വാൻസ് വാങ്ങിയ കാശോട് ചെല്ലണുള്ളൂ. പണിക്ക് സാധനം തയ്യില്ല. വേറെ ആളുടെ ലൈസൻസിലാണ് കത്തിക്കുന്നത്. പൂരപ്പറമ്പിൽ നമുക്കിവിടെ ലൈസൻസ് അനുവദിച്ചെന്നില്ല. നമ്മൾ റിന്യൂവലിനെ കൊടുത്താൽ കൂടി തിരിച്ചു വരണ്ടേ. മറ്റുള്ള കള്ളാസൊക്കെ കിട്ടണം. SP ഓഫീസിൽ വിട്ടെടുക്കായി പേപ്പറിൽ തരുന്നില്ല. ഇതന്നെ ഉണ്ടായിട്ടുള്ളൂ. അപകടത്തിനു പിന്നാലെ വെടിക്കെട്ട് പണി എന്നേക്കുമായി ഉപേക്ഷിച്ച അദ്ദേഹം ഇപ്പോൾ ആ പഴയ മാസ്മരിക കാഴ്ചകളുടെ ഓർമ്മകളെ ജീവിതത്തിലൊതുക്കി വിശ്രമ ജീവിതം നയിക്കുകയാണ്. കരിമരുന്നിനെ സ്നേഹിച്ച ഒരു കലാകാരൻ ഇന്ന് അതേ കരിമരുന്നിന്റെ ഗന്ധത്തെ പോലും ഭയപ്പെട്ട് ഉള്ളിലെ നോവ് അടക്കിപ്പിടിച്ചാണ് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ തുടക്കത്തിന് സ്വർണത്തിന്റെ ശോഭയിൽ മെയ് 14 മുതൽ 17 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ.